സുധാമണി, കുഞ്ഞിനെ ഒന്ന് നോക്കൂ. അയ്യോ ദൈവമേ, തമ്പുരാട്ടി ഓടി വരണേ. തമ്പുരാട്ടി, കുഞ്ഞിനെ കാണാനില്ല. അയ്യോ, നമ്മുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞെവിടെ പോയി? അയ്യോ, കുഞ്ഞിതോടെ പോയി. ക്ഷേത്രം വിട്ട് പുറത്തു പോയവർ ആരൊക്കെയും എല്ലാ വഴിക്കും ആള് പോട്ടെ. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കണം. ഉത്തരവ്. എല്ലാവരും വരും. തിരുമേനി, വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങ് ഭയപ്പെടണ്ട. നമ്മുടെ പടയാളികൾ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കും. അമ്മേ ഭഗവതി, അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയല്ലാതെ അടിയന് മറ്റൊന്നും അറിയില്ല. പൂജാകർമ്മങ്ങളിൽ അടിയൻ എന്തെങ്കിലും പിഴവ് വരുത്തിയോ? അതിനുള്ള ശിക്ഷയാണോ ഇത്? തമ്പുരാനെ, തമ്പുരാനെ, ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഗായകനെയും മാധു എന്ന സ്ത്രീയെയും കാണാനില്ല. മാധു എവിടെ പോയി? കണ്ടില്ലേ തമ്പുരാൻ, ഊരും പേരും പോലും അറിയാത്തവരെ ക്ഷേത്ര മുന്നിലേക്ക് ക്ഷണിച്ചു വരുത്തി അഭയം കൊടുത്തപ്പോഴേ ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷെ അന്ന് ഇവളുടെ വാക്ക് കേട്ട് അങ്ങ് എന്നെ നിശബ്ദനാക്കി. ഇപ്പൊ അതിന്റെ ഫലമല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചമി, അത്തരത്തിലുള്ളൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തമ്പുരാൻ, ഒരു കാര്യം തീർച്ചയാണ്. മാധു എന്ന സ്ത്രീ ഇവിടെ എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് ആദിത്യൻ എന്ന ഗായകൻ ഇവിടെ എത്തിച്ചേരുന്നത്. രണ്ടുപേരും അനാഥത്വത്തിന്റെ കഥകൾ പറഞ്ഞ് നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷെ സത്യത്തിൽ അവർ ദേശമംഗലത്തിന്റെ ശത്രുക്കളാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ മുടക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നത്. ശിവശങ്കരൻ, പടയോടൊപ്പം ശിവശങ്കരൻ കൂടി പോ. ഒരു നിമിഷം പോലും അമാന്തം കാണിക്കരുത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചെത്തിക്കേ. ഏട്ടാ, അബദ്ധം പറ്റിപ്പോയല്ലോ എനിക്ക്. തിരുമേനി, മഹാമായ അടിയനെ പരീക്ഷിക്കുകയാണ്. ഇത് അടിയനെ കൊണ്ട് താങ്ങാനാവുമോ എന്നറിയില്ല. എന്റെ മകളില്ലാതെ എനിക്ക് ഇനി ജീവിക്കാനാവുമോ എന്നറിയില്ല. തിരുമേനി, അമ്മേ. തമ്പുരാൻ, തിരഞ്ഞുപോയവരാരും ഇതുവരെയും തിരിച്ചെത്തിയില്ല. സമയമാണെങ്കിൽ വൈകി തുടങ്ങിയിരിക്കുന്നു. വരട്ടെ. ചടങ്ങുകൾ ഇനിയും ബാക്കിയാണ്. പുലരുന്നതിന് മുമ്പ് തീർക്കേണ്ട ചടങ്ങുകൾ കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ അത് ദോഷമാണ് തമ്പുരാൻ. അവധൂതനും തിരിച്ചുപോയിരിക്കുന്നു. ഉപദേശത്തിന് ആളില്ലല്ലോ തമ്പുരാൻ. ദേശത്തിന്റെ സമൃദ്ധി തൊട്ടടുത്തെത്തിയിട്ടും പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ദേശത്തിനും ദേശത്തിന്റെ അധികാരിക്കും നാണക്കേടാണ്. പറയട്ടെ, ദേശത്തിന്റെ അധികാരിയുടെ കുറവുകൾ പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ. ഈയൊരവസ്ഥയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ തളർന്നിരിക്കുന്ന ഒരു അച്ഛനാണത്. അദ്ദേഹത്തോട് മന്ത്രങ്ങൾ ഉരുവിടാൻ ആവശ്യപ്പെടാൻ പറ്റുമോ നമുക്ക്? അദ്ദേഹത്തിന് ഈ തീരാ ദുഃഖം സമ്മാനിച്ചത് നമ്മുടെ കഴിവില്ലായ്മയല്ലേ? തമ്പുരാനെ, ദേവീ സാന്നിധ്യം ഇല്ലാതിരുന്നതിനേക്കാൾ അപകടമാണ് തുടങ്ങിവെച്ച പൂജകൾ പൂർത്തിയാക്കാതിരിക്കുന്നത്. ദേശമംഗലത്ത് ഇനിയുള്ള ജീവനുകളടക്കം സകലതും നശിക്കും തമ്പുരാനെ. നശിക്കട്ടെ, സർവ്വതും നശിക്കട്ടെ. ദേശമംഗലം വാണവരിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് നമ്മെ ലോകം പഴിക്കട്ടെ. എല്ലാം അവസാനിപ്പിച്ചോളൂ. ദേശമംഗലത്തിന് ദേവീ ചൈതന്യത്തിനുള്ള മഹാഭാഗ്യമില്ല. മഹാമായക്കുള്ള കർമ്മങ്ങൾക്ക് ഞാൻ ഒരു വിഘ്നവും വരുത്തില്ല.
ഏറ്റെടുത്ത കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം. തിരുമേനി, അങ്ങ് വ്യസനിക്കാതിരിക്കൂ. ഞാനിപ്പോ അനുഭവിക്കുന്ന ദുഃഖം അങ്ങയ്ക്ക് മാറ്റാൻ കഴിയില്ലെങ്കിലും സർവസ്വരൂപിണിയായ ഭഗവതിയിൽ അടിയൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത് പൂർത്തിയാക്കുന്ന ഈ കർമ്മങ്ങൾ തന്നെയാണ് എന്റെ ഭഗവതിയോട് എനിക്കുള്ള പ്രാർത്ഥന. കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചാലും. വളരെ സന്തോഷം. എല്ലാം ദേവിയുടെ കൃപ പോലെ നടക്കട്ടെ തിരുമേനി. അമ്മേ, അമ്മേ മഹാമായേ. ദേവി, ദേവി, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, ദേവി.